ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലും കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലും കൂടാതെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പേ വാർഡുകളിലേക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ കരാർ വ്യവസ്ഥയിലും ക്ലീനർ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിലുമാണ് നിയമനം നടത്തുന്നതിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ജനറൽ നഴ്സിംഗ് ആണ്. കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ശമ്പളം 23,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ക്ലീനർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. കൂടാതെ മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. പ്രതിദിന വേതനം 573 രൂപയാണ് ലഭിക്കുക. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 49 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് 9 വേക്കൻസിയും ബാക്കി 40 എണ്ണം ക്ലീനർ പോസ്റ്റിലേക്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് ഇവിടെ വിശദമായിട്ടൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തപാൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ദ മാനേജിംഗ് ഡയറക്ടർ KHRWS ആസ്ഥാന കാര്യാലയം ജനറൽ ആശുപത്രി ക്യാമ്പസ് റെഡ് ക്രോസ് റോഡ് തിരുവനന്തപുരം 695035 എന്ന വിലാസത്തിൽ 27/6/2022 വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൃത്യമായിട്ടും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയും അപേക്ഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെന്നും ഏത് സ്ഥലത്തേക്കാണ് അപേക്ഷിക്കുന്നതെന്നും അപേക്ഷയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒരേ തസ്തികയിൽ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കാത്ത അപേക്ഷകൾ പൂർണ്ണമായിട്ട് നിരസിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് കാലടിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ട് നോക്കാം. പ്രോഗ്രാമർ, ജൂനിയർ പ്രോഗ്രാമർ, ട്രെയിനി പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രോഗ്രാമർ തസ്തികയിലേക്ക് ടോട്ടൽ 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുക. പ്രോഗ്രാമിംഗ് വിത്ത് ജാവ ഫ്രെയിംവർക്ക്, ലാറാവെൽ സർട്ടിഫിക്കേഷൻ CCNA ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ജൂനിയർ പ്രോഗ്രാമർ പോസ്റ്റാണ്. ടോട്ടൽ 4 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. പ്രതിമാസ വേതനം 21,420 രൂപയാണ് ലഭിക്കുക. പ്രോഗ്രാമിംഗ് വിത്ത് ജാവ ഫ്രെയിംവർക്ക്, ലാറാവെൽ സർട്ടിഫിക്കേഷൻ CCNA നോളജ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് ട്രെയിനി പ്രോഗ്രാമർ പോസ്റ്റാണ്. ടോട്ടൽ 5 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE അല്ലെങ്കിൽ BTech ആണ്. കൂടാതെ ജാവ അല്ലെങ്കിൽ PHP ഫ്രെയിംവർക്കിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 10,000 രൂപയാണ് ലഭിക്കുക. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ബിരുദം നേടി 4 വർഷം കഴിഞ്ഞവരാകരുത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 28/6/2022 വരെയാണ്. പ്രായപരിധി വരുന്നത് നിലവിലുള്ള സർക്കാർ നിബന്ധനകൾ പ്രകാരമായിരിക്കും. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക.
അടുത്തത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ട് നോക്കാം. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. താൽക്കാലിക നിയമനമാണ് നടത്തുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിലാണ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നത്. 7 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ബിരുദമാണ്. കൂടാതെ ഏതെങ്കിലും സർക്കാർ പബ്ലിസിറ്റി സ്ഥാപനത്തിലോ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പബ്ലിസിറ്റി വിഭാഗത്തിലോ പത്രദൃശ്യ മാധ്യമങ്ങളുടെയോ വാർത്താ ഏജൻസിയുടെയോ എഡിറ്റോറിയൽ വിഭാഗത്തിലോ ഉള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിലോ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ജോലിക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ അംഗീകൃത സർവകലാശാല ബിരുദവും ജേർണലിസ്റ്റ് ഡിപ്ലോമയോ PG ഡിപ്ലോമയോ ഉള്ളവരെയും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, ജേർണലിസം കം വീഡിയോ പ്രൊഡക്ഷൻ ബിരുദമുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും. പ്രായപരിധി വരുന്നത് 20-നും 40-നും മധ്യയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമുള്ള അപേക്ഷകൾ ജൂലൈ 10 വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് AIOPRD2021@gmail.com എന്ന ഇമെയിലിലോ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സൗത്ത് ബ്ലോക്ക് 1-ാം നില ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.